എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പുന്നശ്ശേരി അച്ഛനാണ്. MCB സഭയിലെ കോഴിക്കോട് പ്രവിശ്യാംഗമാണ് അച്ഛൻ. അച്ഛൻ്റെ നിരവധിയായ പാട്ടുകൾ നമ്മൾ വിശുദ്ധ ബലിയർപ്പണ മധ്യയൊക്കെ നമ്മൾ പാടുന്നുണ്ട്. 100-ൽ പരം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഇതിനോടകം തന്നെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ രചിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പലതും നമ്മൾ കുർബാന മധ്യയൊക്കെ നമ്മൾ പാടുന്ന ഗാനങ്ങളാണ്, വളരെ മനോഹരമായ ഗാനങ്ങളാണ്. അതുപോലെ തന്നെ അച്ഛൻ വലിയൊരു മലയാള പണ്ഡിതൻ കൂടിയാണ്, വലിയൊരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഏറെ വർഷങ്ങൾ ഇറ്റലിയിലാണ് അച്ഛൻ ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇത് നമുക്ക് കൂടുതൽ അച്ഛനെ നമുക്ക് അറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛ 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ഒരു മനോഹരമായ ഒരു ദിവ്യകാരുണ്യ ഗാനമുണ്ടായിരുന്നു അല്ലേ? അതെ. ഇന്നും വസിക്കുന്നത് അത് അച്ഛാ എങ്ങനെയാണ് അച്ഛാ അതിൻ്റെ എഴുതുന്ന ഒരവസ്ഥ എങ്ങനെയായിരുന്നു അത്? ആ ഗാനം ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്കും ആരാധനയ്ക്കും പാടാൻ പറ്റിയ മനോഹരമായ ഒരു ഗാനമാണ്. പല പള്ളികളിൽ പാടുന്നുണ്ട്. അതെ, ഞാൻ ആ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭാംഗമായ ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി ആ ഗാനം ട്യൂൺ ചെയ്യുകയും ലിബിൻസ് കരി ആ ഗാനം ആലപിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ വരികൾക്ക് വളരെ ഭംഗിയുള്ള സംഗീതം നൽകിയിരിക്കുന്ന നമുക്കൊക്കെ പ്രിയപ്പെട്ട മാത്യൂസ് പൈപ്പിളേശനാണ്. അച്ഛൻ്റെ ഗാനങ്ങളൊക്കെ വളരെ വിശേഷമാണ്. ലിബിൻസ് കറിയാണ് ആലപിച്ചത്. ആ ഒരു ഗാനത്തോടു കൂടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. ഇന്നും വസിക്കുന്നു ദൈവം നമ്മോടൊപ്പം, ഇന്നും വസിക്കുന്നു ദൈവം നമ്മോടൊപ്പം. ദിവ്യകാരുണ്യമായി സ്നേഹകൂദാശയിൽ, ദിവ്യകാരുണ്യമായി സ്നേഹകൂദാശയിൽ മർത്യഹൃദയേ വന്നു വാഴാൻ അപ്പമായെന്നു മണയുമീയൽ താരയിൽ. മർത്യഹൃദയേ വന്നു വാഴാൻ അപ്പമായെന്നു മണയുമീയൽ താരയിൽ. അപ്പമായെന്നു മണയുമീ അൾത്താരയിൽ. ആനന്ദരൂപനെ ആരാധന, ആശ്രിത വത്സനെ ആരാധന, ആരാധന ആരാധന. സ്നേഹസ്വരൂപനെ ആരാധന, ആരാധന ആരാധന. സ്നേഹസ്വരൂപനെ ആരാധന. മരുഭൂവിൽ മന്നയെ വർഷിച്ച ദൈവം, ദാഹിക്കും മർത്യനായി ജീവാമൃതമേകി. മരുഭൂവിൽ മന്നയെ വർഷിച്ച ദൈവം, ദാഹിക്കും മർത്യനായി ജീവാമൃതമേകി. ആത്മീയ ജീവന്റെ ആധാരമായ
അനുദിനം എൻ്റെ ഉള്ളിൽ വന്നിടണേ, അനുദിനം എൻ്റെ ഉള്ളിൽ വന്നിടണേ. ആനന്ദരൂപനെ ആരാധന, ആശ്രിത വത്സനെ ആരാധന, ആരാധന ആരാധന, സ്നേഹസ്വരൂപനെ ആരാധന, ആരാധന ആരാധന, സ്നേഹസ്വരൂപനെ ആരാധന. ക്ലേശങ്ങൾ തിങ്ങുമീ ജീവിതയാത്രയിൽ സാന്ത്വനം മേകിടാൻ തെന്നലായി വന്നിടൂ. ക്ലേശങ്ങൾ തിങ്ങുമീ ജീവിതയാത്രയിൽ സാന്ത്വനം മേകിടാൻ തെന്നലായി വന്നിടൂ. എന്നുള്ളിൽ വാഴണേ ആനന്ദമായി നാഥ, വചനമായി വഴിയിലെന്നെ നയിച്ചിടണേ. എന്നുള്ളിൽ വാഴണേ ആനന്ദമായി നാഥ, വചനമായി വഴിയിലെന്നെ നയിച്ചിടണേ, വചനമായി വഴിയിലെന്നെ നയിച്ചിടണേ. ആനന്ദരൂപനെ ആരാധന, ആശ്രിത വത്സനെ ആരാധന, ആരാധന ആരാധന, സ്നേഹസ്വരൂപനെ ആരാധന, ആരാധന ആരാധന, സ്നേഹസ്വരൂപനെ ആരാധന. ഇന്നും വസിക്കുന്നു ദൈവം നമ്മോടൊപ്പം, ഇന്നും വസിക്കുന്നു ദൈവം നമ്മോടൊപ്പം. ദിവ്യകാരുണ്യമായി സ്നേഹകൂദാശയിൽ മർത്യഹൃദയെ വന്നു വാഴാൻ അപ്പമായെന്നു മണയുമിയൽ താരയിൽ. മർത്യഹൃദയെ വന്നു വാഴാൻ അപ്പമായെന്നു മണയുമിയൽ താരയിൽ. അപ്പമായെന്നു മണയുമി അൾത്താരയിൽ. ആനന്ദരൂപനെ ആരാധന, ആശ്രിത വത്സനെ ആരാധന, ആരാധന ആരാധന, സ്നേഹസ്വരൂപനെ ആരാധന, ആരാധന ആരാധന, സ്നേഹസ്വരൂപനെ ആരാധന. ഇന്നും വസിക്കുന്നു ദൈവം എന്നുള്ള ഈ ഗാനം വളരെ മനോഹരമായും ഹൃദയസ്പർശിയായും അച്ഛൻ ആലപിച്ചു. ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഇത് മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇത് പാടുമ്പോഴൊക്കെ നമുക്കും ഒരു കുളിര് തോന്നാം. എനിക്ക് തോന്നുന്നു ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അതിൽ തന്നെ പറയുന്ന വരികളുണ്ടല്ലോ, മരുഭൂമിയിൽ അലഞ്ഞ് ദാഹിച്ച് നടന്നപ്പോൾ, അല്ലെങ്കിൽ അലഞ്ഞ് നടക്കുന്ന സമയത്ത് മഞ്ഞ പൊഴിഞ്ഞ പോലെ. ഒരു പഴയ നിയമ പശ്ചാത്തലത്തിൽ എഴുതിയ അതിലെഴുതി. എനിക്ക് നമ്മൾ പാടിക്കഴിയുമ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോഴും ഒരു കുളിരുള്ള ഒരാശ്വാസം തോന്നുന്ന ഫീലുകളാണ്. അച്ഛൻ്റെ പാട്ടുകൾക്കൊക്കെ ആ ഒരു ഫീലുണ്ട് അച്ഛാ.
അച്ഛൻ ഞാൻ വേറെ കാര്യം ചോദിക്കുന്നത്, ഞാൻ കൂടുതലും സ്കൂൾ അധ്യാപകനായിട്ടായിരുന്നു, അതെ, പ്രത്യേകിച്ച് ഒരു മലയാള ഭാഷാ പണ്ഡിതനായിട്ട് തന്നെയായിരുന്നു അല്ലേ. 23 വർഷത്തോളം ഒരു സ്കൂളിൽ. അതിനുശേഷം അച്ഛൻ ഇറ്റലിയിലൊക്കെ മിനിസ്ട്രിക്കായിട്ട് പോയിരിക്കുന്നത് അതെ അല്ലേ. അതെ അതെ. മലയാളത്തോട് അച്ഛനൊരു പ്രത്യേക സ്നേഹമുണ്ട്. മലയാളത്തിൽ പ്രത്യേകമായ സ്നേഹമുണ്ട്. ഞാൻ കർണാടകത്തിലായിരിക്കുമ്പോഴും ഞാൻ മലയാളത്തെ ഒത്തിരി സ്നേഹിച്ചു. അപ്പോൾ അതുകൊണ്ട് 2 വർഷത്തിന് ശേഷം തിരികെ വന്ന് MA പഠിച്ച് BEd പഠിച്ച് ഞാൻ സ്കൂളിൽ കയറിയത്. ഭാഷയോട് എപ്പോഴും തന്നെ വളരെ സ്നേഹമുള്ള വ്യക്തിയാണ് ഞാൻ. മലയാളം മാതൃഭാഷ എന്ന രീതിയിൽ അല്ലേ. അതെ അതെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പം എന്നോടാണെങ്കിലും ചില പല പാട്ടിന് റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ ചില നമ്മുടെ ഉച്ചാരണങ്ങളൊക്കെ അത് ക്ലിയർ ആകാതെ വരാറുണ്ട്, അല്ലെങ്കിൽ തെറ്റായിട്ട് ഉച്ചരിക്കുന്നുണ്ട് അല്ലേ. ഉച്ചരിക്കാറുണ്ട്. ഇന്നത് വായനകൾ നന്നായിട്ട് വരണം അല്ലേ. അതെ അതെ അതെ, കൃത്യമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റണം. ഓക്കെ അച്ഛാ. അച്ഛാ, കഴിഞ്ഞ നമ്മളൊരു എപ്പിസോഡിൽ അച്ഛനൊരു അക്ഷര ശ്ലോകം പോലെ പാട്ടുകൾ അച്ഛന് 4 ബുക്സുകളാണ് അച്ഛന് കവിതകളായിട്ട് ഇറക്കിയത്. കവിതകളായിട്ടുണ്ട്, പിന്നെ വിവർത്തന പുസ്തകങ്ങൾ. അതെന്ത് എഴുതാനുള്ള സാഹചര്യം എങ്ങനെയാണ് വെച്ചാൽ? ഒരു അക്ഷരപ്പാട്ടുണ്ടല്ലോ. അക്ഷരപ്പാട്ടുകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്ക് എത്ര അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ, അല്ലെങ്കിൽ അക്ഷരങ്ങളേവ, അവ എങ്ങനെ നമുക്ക് ഉച്ചരിക്കാം, അതിനെപ്പറ്റിയൊന്നും പലർക്കും വ്യക്തമായിട്ടുള്ള അറിവില്ല. അപ്പോൾ ഓരോ അക്ഷരം പഠിക്കുമ്പോഴും അത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ഉച്ചരിക്കണം, അതിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അക്ഷരപ്പാട്ടുകൾ എന്ന പുസ്തകം എഴുതാനിടയായത്. സ്വാഭാവികമായിട്ടും 56 അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളെ വെച്ചിട്ടുള്ള ഓരോ കവിതയാണ്, അല്ലെങ്കിൽ 4 വരി കവിതകളൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ആ ആണല്ലോ. അതിനെപ്പറ്റിയുള്ള 4 വരി കവിത ഞാനിപ്പോൾ ചൊല്ലാം. അക്ഷരം പഠിക്കുവിൻ, അറിവ് നേടി ഉണരുവിൻ, അച്ഛനെയും അമ്മയെയും അനുസരിച്ച് വളരുവിൻ. അക്ഷരം പഠിക്കുവിൻ, അറിവ് നേടി ഉണരുവിൻ, അച്ഛനെയും അമ്മയെയും അനുസരിച്ച് വളരുവിൻ. ഇതാണ് ആ എന്ന് തുടങ്ങുന്ന അക്ഷരം വെച്ചിട്ടുള്ള 4 വരി കവിത. മനോഹരം, നമ്മുടെ കുഞ്ഞിനു മാഷിൻ്റെ കുഞ്ഞു കവിത പോലെയൊക്കെ. അതെ. പിന്നെ ആ ഒരു അക്ഷരപ്പാട്ടും കൂടിയുണ്ടല്ലോ അച്ഛാ. രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ആ എന്നുള്ള അക്ഷരമാണല്ലോ. അതെ, ദീർഘം. അതിൻ്റെ കവിത അല്ലെങ്കിൽ വരികൾ ഇങ്ങനെയാണ്. ആലോലം ആലോലം ആടിക്കുഴഞ്ഞിടാം ആരോമലുണ്ണീവാ. ആലോലം ആലോലം ആടിക്കുഴഞ്ഞിടാം ആരോമലുണ്ണീവാ. ആറുകൾ നീന്തിയും ആഴികൾ താണ്ടിയും ആവണിത്തുമ്പീവാ. ആർത്തുല്ലസിക്കുവാൻ ആടിത്തിമിർക്കുവാൻ ആതിരക്കാറ്റേവാ. എല്ലാ അക്ഷരം ആ വെച്ചിട്ടാണ് താരാട്ടിൻ്റെ ഒരു താളമാണല്ലേ. അതെ. ഒന്നുകൂടി എന്ന് വെച്ചാൽ ആലോലം ആലോലം ആടിക്കുഴഞ്ഞിടാൻ ആരോമലുണ്ണീവാ. ആറുകൾ നീന്തിയും ആഴികൾ താണ്ടിയും ആവണിത്തുമ്പീവാ. അർത്തുല്ലസിക്കുവാൻ ആടിത്തിമർക്കുവാൻ ആതിരക്കാറ്റേവാ. മനോഹരമായിരിക്കും വെച്ചാൽ പണ്ട് ഈ മുത്തശ്ശിമാരൊക്കെ അമ്മാമ്മമാരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കവിതകൾ കൊച്ചു കുട്ടികൾ പഠിച്ചിരുന്നു. അല്ല 1-ലൊക്കെ 2-ലൊക്കെ വരുന്ന കുട്ടികളുടെ ഉള്ളിൽ ഹൃദയത്തിൽ അവർ മനഃപ്പാടമാക്കിയിരിക്കുന്ന കുറേ ഇതുപോലുള്ള കുഞ്ഞു കവിതകളുണ്ട്. പക്ഷെ ഇന്നതൊരു ചിലപ്പോഴെങ്കിലും സങ്കടമായിട്ട് പറയട്ടെ, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അമ്മാമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ കുറവായിരിക്കാം ഒരു പക്ഷേ. ഇന്ന് കുഞ്ഞുങ്ങളധികം ഇത്തരത്തിലുള്ള രസമുള്ള പാട്ടുകൾ പാടി കേട്ടിട്ടില്ല. അതെ, ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതി കൂടുതലില്ലാത്തത് കൊണ്ട് അതിൻ്റെതായ കുറവുകളാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരപ്പാട്ടിലെ എല്ലാ അക്ഷരങ്ങളുടെ ഉണ്ടല്ലേ. അക്ഷരങ്ങൾ പേരൊന്നുകൂടി പറഞ്ഞാൽ അക്ഷരപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ പുന്നശ്ശേരി അച്ഛൻ്റെ മനോഹരമായ ഒരു കവിതാ ബുക്കുണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്ന് വാങ്ങുക അല്ലേ. അതെ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉപകാരം ചെയ്യും. ഞാനതിൻ്റെ കുറച്ച് നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിലും അഗസ്റ്റിൻ പുന്നശ്ശേരി യൂട്യൂബ് ചാനലിൽ ഈ അക്ഷരപ്പാട്ടുകളെ കുറിച്ചുള്ള ഒരു പങ്ക്തിയുണ്ട്. അഗസ്റ്റിൻ പുന്നശ്ശേരി എന്ന എനിക്ക് 2 യൂട്യൂബ് ചാനലാണുള്ളത്. ഒന്ന് എൻ്റെ പേരുള്ള അഗസ്റ്റിൻ പുന്നശ്ശേരിയും സർഗ മീഡിയ, 2 യൂട്യൂബ് ചാനലുകളാണുള്ളത്. ആ യൂട്യൂബ് ചാനലുകൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യണവും ആലാപനവും ഒക്കെ ഉണ്ട് അല്ലേ. കൊച്ചുകുട്ടികൾ പാടണം, ബൈഹാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു കുഞ്ഞിലെ ഉള്ളിലെ പഠിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ കുറേ വാക്കുകൾ പഠിക്കാം. ആ വാക്ക് അതിനനുസരിച്ച് നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യും. അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ പാട്ടുകൾ ഏതൊക്കെയാണ്, കവിത ഏതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും 1-ലും 2-ലും പഠിച്ച കവിതകൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അതെ അതെ അതെ. തൂമാ തൂകുന്ന തൂമരങ്ങൾ തുടങ്ങിയ ഗാനങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛാ, ഇപ്പോൾ ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിയല്ലോ അച്ഛാ. ഇപ്പോഴും എങ്ങനെയാ അച്ഛാ വരികളൊക്കെ എഴുതാൻ എങ്ങനെയാണ് അച്ഛാ അച്ഛൻ്റെ ടൈം ടേബിളിൽ അതിന് സമയം കണ്ടെത്തുന്നത്?
ഞാൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഇതിന് ശേഷം വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ചൊരു 6 മണിക്ക് ശേഷം സമയം ചിലവഴിക്കുന്നു. അതോടൊപ്പം തന്നെ അത്താഴത്തിന് ശേഷവും ഈ പാട്ടുകൾ എഴുതുവാനായിട്ടൊക്കെ സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛാ വേറൊരു ഗാനത്തിലേക്ക് നമുക്ക് പോയല്ലോ. മധുബാലകൃഷ്ണനൊക്കെ ആലപിച്ച ഒരു മനോഹരമായ ഗാനമുണ്ട്. അത് അധികം ആയിട്ടില്ലല്ലേ? എത്രയാണ്? ഇല്ല, അതിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ആ പാട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞ് നമുക്ക് ആ പാട്ടൊന്ന് പാടായിപ്പോ അല്ലേ? അതെ, അത് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. അതും ഒരു വിശുദ്ധ കുർബാനയെ പറ്റി ഉള്ള മനോഹരമായ പാട്ടാണ്. ആ ഗാനം ട്യൂൺ ചെയ്തിരിക്കുന്നത് എൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട മെൽവിൻ പുന്നശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ മനോഹരമായിട്ടുള്ള ഗാനമാണ്. മെൽവിൻ പുന്നശ്ശേരി അദ്ദേഹം മ്യൂസിക് ഫീൽഡിലുള്ള ഒരാളാണ്. ഇപ്പോൾ UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ എഴുതിയ ആ ഒരു ഗാനം ഇപ്പോൾ ഒന്ന് കേൾക്കാം. തിരുവോസ്തിയ തിരുരക്തമാ അകതാരിലണയുന്ന നാഥ, തിരുവോസ്തിയ തിരുരക്തമാ അകതാരിലണയുന്ന നാഥ, കാണുന്നു ഞാൻ നിൻ സ്നേഹം, കേൾക്കുന്നു ഞാൻ നിൻ ഗീതം, ആനന്ദരൂപനേ ആശ്രിതവത്സലനേ, തിരുവോസ്തിയ തിരുരക്തമാ അകതാരിലണയുന്ന നാഥ. നെഞ്ചു പിടയുമ്പോൾ ഉള്ളം മുരുകുമ്പോൾ സാന്ത്വനത്തെന്നലായി നീ വരില്ലേ, നെഞ്ചു പിടയുമ്പോൾ ഉള്ളം മുരുകുമ്പോൾ സാന്ത്വനത്തെന്നലായി നീ വരില്ലേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എൻ ജീവിതത്തിൻ്റെ സന്തോഷമേ, ആനന്ദരൂപനേ ആശ്രിതവത്സലനേ, തിരുവോസ്തിയ തിരുരക്തമാ അകതാരിലണയുന്ന നാഥ. മരക്കുരിശാൽ നീ മോക്ഷം നൽകി ജീവന്റെ മന്നയായി വന്നു, മരക്കുരിശാൽ നീ മോക്ഷം നൽകി ജീവന്റെ മന്നയായി വന്നു, കാൽവരിയാഗത്തിൻ നിറദീപമേ, കാൽവരിയാഗത്തിൻ തിരുഭോജ്യമേ, ആനന്ദരൂപനേ ആശ്രിതവത്സലനേ, തിരുവോസ്തിയ തിരുരക്തമാ അകതാരിലണയുന്ന നാഥ, തിരുവോസ്തിയ
തിരുരക്തമാ അകതാരിലണയുന്ന നാഥ. അച്ഛാ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇങ്ങനെ നെഞ്ചിൽ ഈശോയുടെ അനുഭവിച്ച് നിൽക്കാൻ നേരത്ത് സമയത്ത് പാടാൻ പറ്റുന്ന വളരെ സുന്ദരമായ ഗാനം. അച്ഛൻ്റെ കുടുംബാംകൂടിയായിട്ടുള്ള മെൽവിൻ അല്ലേ പുന്നശ്ശേരി, അദ്ദേഹത്തിൻ്റെ മനോഹര സംഗീതം. അച്ഛൻ്റെ വരികൾക്ക് അതിൻ്റെ ഫീലൊന്നും കളയാതെ മനോഹരമായിട്ട് സംഗീതം, അതുപോലെ തന്നെ മനോഹരമായിട്ട് മധുബാലകൃഷ്ണൻ സാറ് മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അച്ഛാ. അഞ്ജു ജോസഫും പാടിയിട്ടുണ്ട്. അഞ്ജു ജോസഫ് അതിൻ്റെ ഫീമെയിൽ വെർഷനും പാടിയിട്ടുണ്ടല്ലേ അച്ഛാ. മനോഹരമായ ഒരു ഗാനമാണ് അച്ഛാ. അച്ഛാ, ഞാനൊരു വേറൊരു കാര്യം വെച്ചാൽ, ഈ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ എഡ്യൂക്കേഷൻ ചാനലായിട്ടുള്ള വിക്ടേഴ്സ് ചാനലിൽ അച്ഛൻ്റെ ഒരു കവിത വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ, പുഴകളുടെ കവിത. പുഴകളുടെ കവിത. അത് ആ വിശേഷം ഒന്ന് പറയാം വെച്ചാൽ. അതെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഓർമ്മച്ചെപ്പ് എന്ന പുസ്തകത്തിലൊരു ഗാനമാണ് ഈ പുഴകൾ. പക്ഷേ അത് എൻ്റെ സംഗീതാവിഷ്കാരം നടത്തിയിട്ട് 3-4 വർഷമായുള്ളൂ. അത് വിക്ടേഴ്സ് ചാനലിൽ വന്നിട്ടുണ്ട്. ആ കവിത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലാകെ 44 നദികളാണ് അല്ലെങ്കിൽ പുഴകളാണുള്ളത്. ആ കവിത അവയുടെ പേരുകൾ വച്ചിട്ടുള്ള 44 നദികളുടെ പേരുകൾ വച്ചിട്ടാണ് ആ കവിത പോകുന്നത്. അച്ഛൻ ഇനി ഒത്തിരി ഗാനങ്ങൾ വരട്ടെ, കേൾക്കാൻ നല്ല രസമുണ്ട്. അച്ഛൻ്റെ ഓരോ കവിതകളായിക്കോട്ടെ വരികളായിക്കോട്ടെ വളരെ വളരെ ഭംഗിയുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സിസ്റ്റർ ലിസ്മി സിസ്റ്ററിനെ പറ്റി പറയുമ്പോൾ പല ക്യാമറ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്ററിനെ പ്രത്യേകം അഭിനയിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ? വളരെ മനോഹരമായിട്ട് അത് എനിക്ക് തോന്നുന്നു വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, മീഡിയ ഒക്കെ പഠിച്ച് തൃശ്ശൂർ പൂരമൊക്കെ അതിൻ്റെ കവർ ചെയ്തിട്ടുണ്ട്. കുറേ സ്കിറ്റുകൾ, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ കൂടിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു സിസ്റ്റർ നന്നായിട്ട് വരികൾ എഴുതും കേട്ടോ, വളരെ മനോഹരമായിട്ട് വരികൾ എഴുതും. സിസ്റ്റർ പൗരോഹിത്യത്തെ പറ്റി പുരോഹിതം എന്ന് പറഞ്ഞൊരു കവിത, ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. അതെനിക്ക് പാടാനായിട്ട് ഭാഗ്യം കിട്ടി. എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡിലെ അവസാന ഗാനമായിട്ട് ആ ഒരു ഗാനം എനിക്ക് തോന്നുന്നത് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് സിസ്റ്റർക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ആ ഒരു ഗാനത്തോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ പൂർണ്ണമാക്കാം. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. കാൽവരി കേറുവാൻ ഞാനുമിതാ കാൽവരി കേറുവാൻ ഞാനുമിതാ. കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു, കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. നീ വന്ന നാളിൻ്റെ ഓർമ്മയിലെന്നെന്നും മായാത്ത ചിത്രങ്ങൾ വരച്ചു വച്ചു. നീ വന്ന നാളിൻ്റെ ഓർമ്മയിലെന്നെന്നും മായാത്ത ചിത്രങ്ങൾ വരച്ചു വച്ചു. മാറുന്ന മനസ്സിലെൻ മേഘങ്ങൾ മൂടവേ, മാറുന്ന മനസ്സിലെൻ മേഘങ്ങൾ മൂടവേ, മായാതെ നീ എന്നിൽ ജ്വലിച്ചു നിന്നു. മറക്കാത്ത സ്നേഹിതനായി വന്നു. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. കാൽവരി കേറുവാൻ ഞാനുമിതാ കാൽവരി
കാൽവരി കേറുവാൻ ഞാനുമിതാ, കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു, കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു. കവാടങ്ങൾ തുറന്നെന്നി മന്നയായി മാനവനാമെന്നെ ദൈവദൂതനാക്കി. ദ്യോവിൻ കവാടങ്ങൾ തുറന്നെന്നി മന്നയായി മാനവനാമെന്നെ ദൈവദൂതനാക്കി. മാറോടു ചേർത്തു നീ മറക്കാത്തൊരോർമ്മയായി, മാറോടു ചേർത്തു നീ മറക്കാത്തൊരോർമ്മയായി. മരിക്കുവോളം നീ എൻ കുർബാനയിൽ മറക്കുമോ എൻ്റെ ഈ കരങ്ങളെ ഞാൻ. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ, നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. കാൽവരി കേറുവാൻ ഞാനുമിതാ, കാൽവരി കേറുവാൻ ഞാനുമിതാ, കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു, കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ, നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. വളരെ മനോഹരമായിട്ട് അച്ഛൻ ഈ ഗാനം ആലപിച്ചു. ഒത്തിരിയേറെ നന്ദി. താങ്ക് യു അച്ഛാ. അതോടൊപ്പം തന്നെ ഹെവൻലി മെലഡീസ് എന്ന ഷാലോം ടി വിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ഇതിന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി ആശംസിക്കുകയാണ്. അച്ഛാ ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ. പ്രിയപ്പെട്ട അച്ഛാ, ഈ അച്ഛൻ്റെ പാട്ടുകളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ കിട്ടിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അച്ഛൻ്റെ നമുക്ക് ഇനിയും ഒത്തിരി ഗാനങ്ങൾ അച്ഛനിലൂടെ വരേണ്ടതുണ്ട്. കാരണം അതിന് തമ്പുരാൻ പ്രത്യേകമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അച്ഛൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ഒരു കൈവപ്പുണ്ട്. അവിടുത്തെ നാമം പ്രഘോഷിക്കാനായിട്ട്, ഒത്തിരി പ്രഘോഷിക്കാനായിട്ട് അച്ഛൻ്റെ വരികൾ കാരണമാകുന്നുണ്ട്. പ്രിയബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പുന്നശ്ശേരി അച്ഛൻ, MCB സഭാംഗമായ പ്രിയപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ്റെ വിശേഷങ്ങളാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഏറെ മനോഹരമായ ഗാനങ്ങൾ, അച്ഛൻ്റെ കൊച്ചു കവിതകൾ ഒക്കെ ഹൃദ്യമായിരുന്നു. ഒത്തിരി സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ ഷാലോം ടി വിയുടെ ഹൃദയപൂർവ്വമുള്ള നന്ദിയും കൂടി അച്ഛനെ ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹെവൻലി മെലഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ വിശേഷങ്ങളും പുതിയ ഗാനങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി. ഇന്നും വസിക്കുന്നു ദൈവം നമ്മോടൊപ്പം, ഇന്നും വസിക്കുന്നു ദൈവം നമ്മോടൊപ്പം. ദിവ്യകാരുണ്യമായി സ്നേഹകൂദാശയിൽ